വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ, റിമാമിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ CBSE സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മിസ് നിങ്ങൾക്ക് 3 ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു അക്കാഡമിക് ഇയർ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഒന്നാമത്തേത് പ്രയോറിറ്റി. നിങ്ങൾ അത് എന്തിന് പ്രയോറിറ്റി കൊടുക്കുക? പഠിക്കുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഈ ഉഴപ്പന്മാരൊക്കെ എന്താണ് കൂടുതൽ എന്റർടൈൻമെന്റ്, കളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ എന്താണ് ഈ ടോപ്പേഴ്സ് ഒക്കെ എന്താ ചെയ്യാറ്? അവര് നമ്മുടെ പഠിക്കുന്ന കാര്യങ്ങൾക്ക് കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ ചെയ്യണം. അതായത് നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് പ്രയോറിറ്റി കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കണം എന്ത്? എന്റർടൈൻമെന്റ് വേണ്ട എന്ന് മിസ് പറയുന്നില്ല. പക്ഷെ ആദ്യത്തെ പ്രയോറിറ്റി എന്തിനു കൊടുക്കണം? പഠിക്കുന്ന കാര്യങ്ങൾക്ക് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക. രണ്ടാമത്തത് റെഗുലർലി അറ്റൻഡിങ് ക്ലാസ്. നിങ്ങൾ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഈ ടോപ്പേഴ്സ് ഒക്കെ ചെയ്യുന്ന എന്താ അറിയോ? ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യും. അവരെ സംബന്ധിച്ച് എന്താ, അവർക്ക് നന്നായിട്ട് പഠിക്കണം. അവർ ചെയ്യുന്ന എന്താണ്, അവരെല്ലാ ദിവസവും എന്താണ് ക്ലാസ് പോയിട്ട് അറ്റൻഡ് ചെയ്യും. ഈ ഉഴപ്പന്മാരെ സംബന്ധിച്ചോ എന്തെങ്കിലും പനി, ജലദോഷം, വയറുവേദന ഒക്കെ പറഞ്ഞ് ഡെയിലി എന്താ ഓരോ കാരണം വെച്ച് ഇങ്ങനെ ലീവ് എടുക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ? അതുപോലെ ആവരുത്. നമ്മൾ ആദ്യം എന്താണ് എല്ലാ ദിവസവും എന്താ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ മൂന്നാമത്തത് ഒരു ഗോൾ ഉണ്ടാക്കാം. ഗോളാണ് വേണ്ടത്. നമുക്ക് എന്താ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇതാവണം, ഇത് നേടിയെടുക്കണം എന്നൊരു ലക്ഷ്യം, ഒരു ലക്ഷ്യബോധം നമുക്കിടയിൽ ഉണ്ടായിരിക്കണം. ഈ ടോപ്പേഴ്സ് ഒക്കെ അവരെന്താ ആഗ്രഹിക്കുന്നത്? അവർക്ക് നന്നായിട്ട് പഠിച്ചിട്ട് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, അത് നേടിയെടുക്കുക എന്നുള്ള ഒരു ഗോള് അവരുടെ മുമ്പിൽ ഉണ്ടാവും. പക്ഷെ ഈ ഉഴപ്പന്മാരെ സംബന്ധിച്ചോ അവർക്ക് എന്താ ജസ്റ്റ് ക്ലാസ് കണ്ടു പോവുക, പഠിക്കണം, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു ലക്ഷ്യമൊന്നും ഇല്ലെങ്കിൽ കണക്കല്ലേടാ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആദ്യം എന്താണ് ഒരു ഗോള്, എനിക്കിതാവണം, എനിക്കിത് നേടിയെടുക്കണം എന്നുള്ളൊരു ഗോള് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു 3 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ എന്താ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കേടാ, ഇതുപോലത്തെ ചെറിയ ടിപ്സ് ആയിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ.